അമ്മച്ചി, അമ്മച്ചി. പേരമേ, ആരാടാ അവിടെ? ആ ചൂലെടുക്കുന്നവരാ. ആ സുശീലേ, നീയോ? ആ, തീരെ വയ്യടി, അതുകൊണ്ട് ചൂലൊന്നും ഞാൻ അധികം ഉണ്ടാക്കിയില്ല. ഇതെല്ലാം നീ എടുത്തോ. ഓ അമ്മച്ചി. കവറെല്ലാം എടുത്തോടാ. ആ എടുത്തു. ആ. ഇപ്പൊ ശരിയാക്കി തരാം. പോട വെട്ടി. ഐ വേണ്ടായിരുന്നു, രാവിലെ എന്നെ കിട്ടി. സതീഷ, ഡോക്ടറുടെ വണ്ടിയുടെ പണി ഉച്ചയ്ക്കുമ്പോ തീരുമോ? ആ തീരും. ഊണ് നേരത്തെ വരുന്നുണ്ട്. ഇന്നലെ ചീത്ത വിളിച്ചെന്റെയാ ഇന്ന് കാണുന്നത്. മനുഷ്യന് കഴിക്കാൻ ഉള്ളതാ, ചേറിലെടുത്ത് പോയി. ഏയ്, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ആ കുറവുണ്ട്. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. ആരാ വാസുട്ടാ അത്? എൻ്റെ വകയിലൊരു ബന്ധുവാ. കുഞ്ഞായിരിക്കുമ്പോൾ തന്തയും തള്ളയും കളഞ്ഞിട്ട് പോയതാ. ഇപ്പോൾ അമ്മമ്മ തള്ളയെ വളർത്തുന്ന. പറഞ്ഞിട്ട് എന്താ കാര്യം, അവർക്ക് തീരെ വയ്യ. പിന്നെ അവന് പണിക്ക് വയ്ക്കൂടെ? വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി ഓഫീസിലും മറ്റും കൊടുക്കുന്ന ഒരു ഏർപ്പാട് തുടങ്ങിയതാ. ഏതോ ഒരു ഹോട്ടലുകാരൻ പ്രശ്നമുണ്ടാക്കി അത് പൂട്ടിച്ചു. അല്ലെങ്കിലും പാവങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല. ആ ശരിയാ. ഹലോ, ആ ഞാൻ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങി. എന്താടാ ഇത്ര നോക്കാൻ? വിരിഞ്ഞില്ല. പേരമ്മേ, വയ്യാണ്ടിരിക്കുമ്പോ ഇതൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? നീ വന്നോ? നീ വരുന്നതിന് മുമ്പ് ചെയ്തു തീർക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. മാറിയേ, ഞാൻ ചെയ്യാം. ഞാൻ തേയില എടുക്കാം. സൂക്ഷിച്ച്. കുലിക്കിത്തക്കത്ത കുലിക്കിത്തക്കത്തേ. പേരമ്മേ, കഞ്ഞി എടുത്ത് കുടിക്കടാ തണുക്കുന്നതിന് മുമ്പ്.
പേരമ്മേ, എന്നെ ആദ്യം ഉപേക്ഷിച്ചത് അമ്മയാണോ അച്ഛനാണോ? പേരമ്മ പറ. അവളെ വിളിച്ചോണ്ട് വന്നതാ നിന്റെ അച്ഛൻ. നിന്റെ അമ്മ ഒരു പൊട്ടിപ്പെണ്ണായിരുന്നു. ആദ്യമൊക്കെ വലിയ സ്നേഹത്തിലായിരുന്നു. പിന്നെ പിന്നെ അവര് തമ്മിൽ വഴക്കായി തുടങ്ങി. അന്ന് നിനക്കൊരു കഷ്ടിച്ച് 2.5 വയസ്സ് കാണും. തല്ലും ചീത്തയും സഹിക്കാതായപ്പോ അവൾ ഇവിടെ നിറങ്ങാൻ തീരുമാനിച്ചു. കൂട്ടത്തിൽ നിന്നെ കൂടെ കൊണ്ടുപോകാനായിരുന്നു തീരുമാനം. എനിക്കത് സഹിക്കാനാകാത്ത കാര്യമായിരുന്നു. നിന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ച അവളെ അവൻ ഒരുപാട് തല്ലി. അത് സഹിക്കാനാകാതെ ഇവിടം വിട്ടു പോയതാ. അല്ല, തല്ലി ഇറക്കിയെന്ന് തന്നെ പറയാം. അപ്പൊ അച്ഛനോ? അവനിതെല്ലാം ലഹരിയുടെ പുറത്താ ചെയ്തത്. അപ്പോഴേക്കും അവന്റെ സ്ഥിരബുദ്ധി നശിച്ചുപോയി. ആ പാത്രം ഇങ്ങോട്ട് നീക്കി വെക്കടാ. ആ. അപ്പൊ അച്ഛൻ പിന്നെ പിന്നെ വല്ലപ്പോഴും കയറി വരും, മൂക്കറ്റം കുടിച്ചോണ്ട്. പിന്നൊരു ദിവസം വേറൊരുത്തിയും കൂട്ടി കയറി വന്നു, നിന്നെയും ചോദിച്ച്. ആ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. അന്ന് വരെ അടക്കി വെച്ചിരുന്ന ദേഷ്യവും സങ്കടവും ഞാൻ പുറത്തെടുത്തു. നിനക്ക് വേണ്ടി ഒരു തേവിടിശിക്കും എന്റെ മോനെ വിട്ടുകൊടുക്കില്ലെന്ന് ഞാൻ അലറി. ഇനി നിന്നെ എന്റെ കൺമുമ്പിൽ കാണരുതെന്ന് ഞാൻ പറഞ്ഞു. അന്ന് അവൻ അവൾക്കൊപ്പം പോയതാ. ഇതുവരെ അമ്മ ചത്തൊന്ന് നോക്കാൻ പോലും. ഈ പേരമ്മയ്ക്ക് എന്റെ മോനെ പിരിയുന്ന കാര്യം ഓർക്കാൻ കൂടി കഴിയില്ല. മോൻ പോയി കിടന്നുറങ്ങ്. ആ, കറണ്ട് പോയല്ലോ. നിന്നെ പഠിപ്പിച്ച് വലിയ ആളാക്കണമെന്നായിരുന്നു നിന്റെ അമ്മയുടെ ആഗ്രഹം. അവള് നിന്നെ അച്ചൂസെന്നാണ് വിളിച്ചിരുന്നത്. എല്ലാരും ഉപേക്ഷിച്ച് നിന്നെ ഞാൻ എൻ്റെ മണിക്കുട്ടനാക്കി. നിന്നെ നന്നായി വളർത്താൻ എനിക്ക് നിവൃത്തിയില്ലാതെ പോയി. ആ, എല്ലാം ഈശ്വരൻ അറിയാം. വിളക്ക് കെടുത്തിക്കോ. പോടാ. നെറ്റുവിന് നല്ല പുതിയ വണ്ടി ഇറക്കിയിട്ടുണ്ടോ സാർ? ആ വണ്ടിയിൽ പൊളി പെർഫോമൻസ് 400 cc ബൈക്കാണ് വേണ്ടത്. ചുമ്മാ അതൊക്കെ കൊണ്ട് നടക്കണം വിഷയമാണ്. അതാ ഞാൻ പറഞ്ഞ സ്റ്റോപ്പ്. അവിടെയാണ് ആ സാധനം. ഇപ്പൊ അതവിടെ കാണും. പോടാ, അതൊന്നും പറയാൻ പറ്റൂല. എപ്പോ വേണേ വരാം, എപ്പോ വേണേ പോവാം. ഓ, ഞാൻ പിന്നെ പോട്ടോ. ആ, ശരി. എന്താടാ, നിനക്ക് വരെ അറിയോ? നോട്ടമുണ്ടോ? പുതിയ ഇറക്കോതിയാ. നിന്നെ ഇപ്പൊ കാണാനല്ലേ? ഞാൻ അങ്ങനെ വിളിക്കല്ലോ, പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീട് വെറുതെ പണി വാങ്ങിച്ച് പിടിക്കല്ലോ. എവിടെയായിരുന്നു? എനിക്കൊരു 8ന്റെ പണി കിട്ടി. എന്തോന്ന്? ഇവിടെ വർക്ക്ഷോപ്പിലോ. മാമൻ പറഞ്ഞു ചുമ്മാ ഇരുന്ന് തിന്നാതെ പണിക്ക് പോയി. ബസ് സ്റ്റോപ്പിൽ ഉഗ്രം ചേച്ചി പിന്നെയും വന്നു. ഞാൻ ഇവിടെ കിളികളുമായി സല്ലപിച്ചു തുടങ്ങുള്ളൂ. അക്കന്മാരെയൊക്കെ നീ നോക്കിക്കോ.
പോവാം. എന്നെ ഒന്ന് വീട്ടിലോട്ട് വിടുമോ? അതിനെന്താ, നീ വന്ന് എൻ്റെ വണ്ടിയിലോട്ട് കയറും. ശരി. എന്താടാ പഠിക്കേണ്ട പ്രായത്തിൽ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നേ? അത് പിന്നെ ഞാൻ ഹലോ. ഓക്കെ സാർ. ഇവനാരാ? ഇവരിത് സൂക്ഷിച്ചിട്ടുണ്ട് റോഡല്ലേ, അതൊക്കെ അവിടെ കളഞ്ഞേക്ക്. സൂക്ഷിച്ചു പോകും. വെറുതെ അതിന്റെ പുറകെ പോയിട്ട് ഒരു കാര്യമില്ല. പിടക്കണ ഗാന്ധി ഉണ്ടോ കയ്യില്? 1000-ന്റെ മനസ്സിലായില്ലേ? 1000-ന്റെ ഒരു ഒറ്റ നോട്ട് അതെടുത്തൊന്ന് വീശ്, നിന്റെ കാര്യം നടക്കും. കഷ്ടം. എന്താടാ, എന്ത് പറ്റി? ഇവനിതെന്ത് പറ്റി? എന്താടാ? സതീഷ് ചേട്ടാ, ഓ, എനിക്കിവിടെ ജോലി തരൂ. എന്താടാ ജോലിക്ക് ഇത്ര അത്യാവശ്യം? തരൂ. പ്രായമായില്ലേ, ഒരു തൊഴിൽ പഠിക്കട്ടെ, നിന്നോട്ടെ. എന്നാ രാവിലെ തൊട്ട് പോന്നോട്ടെ അല്ലേ? നാളെ എനിക്ക് ഒരാളായി. ഇപ്പൊ മുതലേ തുടങ്ങാം. വാ വാ. പക്ഷേ ശമ്പളം തരണം കേട്ടോ. തുടങ്ങിക്കോ. തുടങ്ങിക്കോ. ഇങ്ങോട്ട് ഞാൻ പോയിക്കോട്ടെ? ഞാൻ കൊണ്ട് വിടണോ? വേണ്ട, ഞാൻ ഓട്ടോ പിടിച്ചു വെക്കാണ്. ഞാനിടയ്ക്ക് വിളിക്കാം, വരണം. 950, 960, 980. ഒരു 20 രൂപയുടെ കുറവുണ്ടല്ലോ. ഇവനോട് ചോദിക്കാം. ഡാ മച്ചാനെ, ഒരു 20 രൂപ എടുക്കാനായിട്ട്. നിനക്കെന്തിനാണോ ഇപ്പം പൈസ? നീ താടാ, ഒരു അത്യാവശ്യം. ഇതാ കാശ്. താങ്ക്സ് ഡാ. പോട്ടാടാ, ശരി. കാണാം. ചേട്ടാ, ഒരു 1000-ന്റെ ഒറ്റ നോട്ട്.
ഇത് വെച്ച് ഞാനൊരു കളി കളിക്കും. എന്താടാ നിന്റെ ഉദ്ദേശം? കുറെ നാളെ എന്റെ പുറകെ നടക്കുന്നു. നിനക്ക് എന്താ വേണ്ടേ? എൻ്റെ കയ്യിൽ കാശുണ്ട്. ഉം. നാളെ കൊള്ളാലോ. ഇതിനായിരുന്നു പാവൻ ചെക്ക്. എവിടെ പോം? അറിയില്ല. എടാ ചെക്ക സ്ഥലമുണ്ടോന്ന്? എന്നാ പിന്നെ എന്റെ വീട്ടിലേക്ക് പോം. ഉം. ഉം? ഏ? ഉം. ഇതാ എന്റെ വീട്. ആ. വാ. ഇവിടെ വേറെ ആരുമില്ലേ? ഇല്ല, കുറച്ചുനാൾ മുമ്പ് വരെ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. അവരുടെ മകൻ വന്ന് വിളിച്ചോണ്ടുപോയി. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാ. വാ, അകത്തേക്ക് പോവാം. ഉം. ഇരിക്കെ. എനിക്കിതിൽ കഴിക്കാൻ തരുമോ? നല്ല വിശപ്പ്. ഈശ്വര, എല്ലാം വിചാരിച്ചാൽ നടക്കണേ. കഴിക്കേ. കഴിക്കുന്നില്ലേ? എന്നെ കഴിപ്പിച്ചിട്ടേ നീ കഴിക്കുള്ളോ? എന്നാ ശരി. കഴിക്കേ. നിന്റെ പേരെന്താ? മണി. കുട്ടൻ. മണിക്കുട്ടൻ. അവിടെ ഇന്ന് നീ പോകുന്നില്ലേ? കൊള്ളാം. എന്നാ വാ കിടക്കാം.
എന്താടാ, എന്ത് പറ്റി? ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ? കെട്ടിപ്പിടിക്കടാ, നീ അതിനല്ലേ വന്നത്? നേരമെടുത്തു. എൻ്റെ കിടപ്പ് കണ്ടില്ലേ? വെറും 1000 രൂപയും കൊണ്ട് ചുമ്മാ കെട്ടിപ്പിടിക്കാൻ വന്നിരിക്കുന്നു. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യമേ. ഈശ്വരാ, ഇതെന്റെ പഴയ ഫോട്ടോയാണല്ലോ. ഇതെവിടെ കിട്ടി? ഇവൻ ആരാ? അയ്യോ, എന്റെ അച്ഛൻ. ഈശ്വരാ, അയ്യോ. ഈശ്വരാ, ഞാൻ എന്തൊരു ഭാവിയാ. എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. ദൈവമേ, ഇതെന്തൊരു പരീക്ഷണമാ. ദൈവമേ, അമ്മയുടെ മോനെ. മോനെ, അച്ചു, അച്ചുക്കുട്ടാ, മോനെ. അച്ചു, ഉമ്മ. എന്താ എന്താ മോനെ, മോനെ, നിനക്കിത് നേരത്തെ പറയായിരുന്നില്ലേ? മോനെ, എനിക്ക് ഉറപ്പില്ലായിരുന്നു. മോനെ, മോനെ, അച്ചു, ഉമ്മ. വേണ്ട, 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 ചീത്തയമ്മ നിനക്കിനി വേണ്ട. പൊയ്ക്കോ. വേണ്ട, അല്ല, എനിക്കെന്റെ അമ്മ വേണം. എനിക്കെന്റെ അമ്മ വേണം. വേണ്ട. ഇത് നിനക്ക് എവിടുന്ന് കിട്ടി? പേരമ്മയുടെ പഴയ പെട്ടിന്ന്. ദൈവമേ, അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല.
നിന്റെ അച്ഛനായത്. ഇത് ബസ് സ്റ്റാൻഡിൽ ലഹരി മരുന്നൊക്കെ തലയ്ക്ക് പിടിച്ച് ആരെ അറിയാതെ, ഒന്നിനെ അറിയാതെ, നിന്നെ പോലും അറിയാതെ തെരുവിൽ. എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു കിട്ടിയല്ലോ. എനിക്കത് മതി, എനിക്കത് മാത്രം മതി. മോനെ. ഇത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സമ്പാദിച്ചതാ. ഇതെന്റെ അമ്മയ്ക്കാ. മോനെ.